ധനുക്കൂറിലുള്ള കാര്യമാണ് പറയുന്നത്. വ്യാഴം 8-ലാണ്. ധനുക്കൂറിലെ ആദ്യത്തെ നക്ഷത്രം മൂലം. മൂലം നക്ഷത്രം അഭിമാനികളും കഠിനാധ്വാനികളും ഏറ്റെടുക്കുന്ന കാര്യം ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിവുള്ളവരുമായ നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. ഇവർ പഠിച്ചിട്ടുള്ളവരായാലും പഠിക്കാത്തവരായാലും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നിയന്ത്രണ ശേഷിയുള്ളവരാണ്. സൗന്ദര്യം, ആരോഗ്യം എന്നിവ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഏതെങ്കിലും കഠിനമായ ഒരു പ്രശ്നം ജീവിതത്തിലുണ്ടായാൽ പതറിപ്പോകുന്നവരല്ല. അവരുടെ ജീവിത പങ്കാളിക്ക് ധൈര്യം പകർന്നു കൊടുക്കാനും കഴിവുള്ളവരാണ്. അച്ഛനമ്മമാരെയും മക്കളെയും ആപത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്നവരാണ്. ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുന്നവരല്ല. എന്നാലും 8-ലെ വ്യാഴം കാരണം അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരും. ആശ്രയിക്കുക, ആരെങ്കിലും ഒപ്പിക്കുക, വഹിക്കുക എന്ന ശീലക്കാരല്ല. എന്നാലും 8-ലെ വ്യാഴം വലിയ ആപത്തുകൾ ഉണ്ടാക്കുന്ന പൊസിഷൻ അല്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് ചിലരെ ആശ്രയിക്കേണ്ടി വരും. അത് തീർച്ചയാണ്. അക്കാരണത്താൽ അവരുടെ ആത്മശക്തി ചോർന്നു പോകില്ല. ഉപകരിച്ചവർക്ക് ഒത്തിരട്ടി തിരിച്ചുപകാരം ചെയ്യുന്നവരാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രായം കണക്കിലെടുത്താണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഇവർ കേതുവിൽ ആണ് ജനിക്കുന്നത്. വലിയ ശൈശവത്തിലാണ് കേതു. ബാക്കി ശുക്രാഞ്ജനം അങ്ങനെ അങ്ങ് പോകുന്നവരാണ്. എല്ലാ ജീവിത സൗകര്യങ്ങളും ഇവർക്ക് ആസ്വദിക്കാൻ കഴിയും. വ്യവസായികൾ, മുതൽ സംരംഭകർ, അവാർഡ് വാങ്ങുന്ന അധ്യാപകർ മുതലായ സമൂഹത്തിൽ വിലയും നിലയുമുള്ള പല നിലവാരത്തിലും ഇവർ എത്തിച്ചേരുന്നവരാണ്. ആത്മീയ ജീവിതത്തിൽ എത്തി നോക്കുമെങ്കിലും ഭൗതിക ജീവിതത്തിലാണ് ഇവരുടെ താല്പര്യം കൂടുതൽ. ഇവർ ഏത് രംഗത്ത് ശ്രമിക്കും, മറ്റുള്ളവർക്ക് ഉപകാരമാകും. നേതൃസ്ഥാനത്ത് ഇവർ വന്നാൽ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് തന്നെ പോകുന്നവരാണ്. അടുത്തത് പുരാടമാണ്. പുരാടം നക്ഷത്രം ആരോഗ്യവും സൗന്ദര്യത്തിലും അങ്ങേറ്റം നോട്ടമുള്ളവരാണ്. റൊമാൻറ്റിസിസം ഇവർക്ക് ചില ആളുകൾക്ക് അതൊരു വീക്ക്നെസ് ആയിട്ട് വരാം. റൊമാൻറ്റിസിസം എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ്. എങ്കിലും ഇവർ ചിലപ്പോൾ അല്പം കൂടുതലുള്ളവരാണ്. പഠിക്കാനും പഠിപ്പിക്കാനും ശാസ്ത്രശാഖകളിൽ ജയിക്കാനും ക്ലാസ് എടുക്കാനും ഇവർ കഴിയും. ഇവരിൽപ്പെട്ട പലരും സാഹിത്യകാരന്മാരും പാട്ടുകാരും അഭിനയരംഗത്തും ശോഭിക്കുന്നവരാണ്. യാതൊരു തർക്കവുമില്ല. ഇവർ 25-26 വയസ്സിനകം തന്നെ വിവാഹം കഴിക്കുന്നവരാണ്. 30 വയസ്സിന് ഇടയിൽ തന്നെ ഭൂരിഭാഗം പുരാണക്കാരും മക്കളുണ്ടായി കഴിഞ്ഞു. വിവാഹജീവിതം, മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാൻ ഇവർക്ക് കഴിയുന്നവരാണ്. മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി ആരെയെങ്കിലും പറ്റിച്ച് ജീവിക്കുക എന്നത് ഇവരുടെ ജീവിതശൈലി അല്ല. അവർക്ക് ഫൈനാൻസ് നടത്താനും ചെറുകിട ബാങ്കുകൾ നടത്താനും ശേഷിയുള്ളവരാണ്. ദൂരയാത്ര, ദൂരജീവിതം ഇവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഏത് തരത്തിലും നല്ലൊരു നാഥയോ ആയി ശോഭിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ജീവിതമാർഗം 2026-27 വ്യാഴം ഇവർക്ക് നൽകുന്നതാണ്. ആരെയെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ട് അവരെ കൊണ്ട് ജീവിച്ചു കളയാം എന്ന് വിചാരിക്കുന്നവരല്ല അവർ. പക്ഷെങ്കിലും ചില കാര്യത്തിൽ ഈ വേണ്ട കാലാവധിയിൽ ചില ആവശ്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് നേടേണ്ടതായി വരും. സ്വന്തമായ സ്ഥാപനവും ജോലിക്കാരും ഇവർക്കുണ്ടാകും. അടുത്തത് വരുന്നത് ഉത്രാടമാണ്. 3/4 ഭാഗമാണ്. 1, 2, 3 ഭാഗങ്ങളാണ്. അതായത് ആദ്യത്തെ 18 മണിക്കൂർ ഇവർക്ക് ഭാവനാശാലികളും ഗ്രന്ഥകർത്താക്കളും ശാസ്ത്രജ്ഞന്മാരും ജേർണലിസ്റ്റുകളും പല കായിക മേഖലകളിൽ ശോഭിക്കുന്നവരുമായിട്ടാണ് കാണുന്നത്. ഇവരുടെ കഥകൾ, പ്രസംഗങ്ങൾ എല്ലാം ലോകോത്തരമായി അറിയപ്പെടാൻ സാധ്യതയുള്ളവരാണ്. ഏറ്റവും മികച്ച വാക്മൃതമായിരിക്കും. വാക്ധോരണി കൊണ്ട് സഭയെ പിടിച്ചിരുത്താനും സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തെത്താനും നേതൃസ്ഥാനത്ത് വരാനും അവർക്ക് കഴിയും. ഇവരെപ്പോഴും വൃത്തിയും ശുദ്ധിയുമുള്ളവരാണ്. പുറമോടിയിൽ മാത്രമല്ല, വാക്കിലും ഭാവനയിലും സംസാരത്തിലും എല്ലാം അവർ നല്ലവരാണ്. ഇവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്. പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നവരാണ് എങ്കിൽ ഉത്തരോത്തരം പഠിച്ചു ഉയർന്ന് സമൂഹത്തിൽ അറിയപ്പെടാൻ ഉപകരികളും ഇവരെ കൊണ്ട് വീടും നാടും പ്രസിദ്ധമാണ്. പ്രകാരമുള്ള 2026-27 അവർക്ക് വരുന്നത്.
ചിലരെ ആശ്രയിക്കേണ്ടി വന്നാൽ അവർ തിരിച്ച് 10 ഇരട്ടി സഹായങ്ങൾ തിരികെ ചെയ്യുന്നവരാണ്. യാതൊരു സംശയമില്ല. 240-നും 270 ഡിഗ്രിക്കും ഇടയിലുള്ളതാണ് ഈ ധനു. ഏത് തരത്തിലും മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും തടസ്സങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായാൽ ഇവരെ തിരഞ്ഞു പിടിച്ച് ചെന്ന് അതിൻ്റെ പോംവഴി ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്നതും ധനസഹായം ചെയ്യുന്നവരുമാണ്. ഇവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ അന്തർമുഖനാകുകയും ഒരു ഡിറ്റാച്ച്മെൻറ്റ് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഭക്തിമാർഗത്തിലൂടെ ജീവിതാവസാനം കഴിഞ്ഞു പോകുന്നതിന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നവരാണ്